ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. ഓൾറെഡി നമ്മൾ 2023 മാരുതി സുസുക്കിയുടെ ഫ്രോങ്സ് എന്ന് പറയുന്ന ബലേനോ ബേസ്ഡ് ക്രോസ് ഓവർ കണ്ടതാണ്. പക്ഷേ എന്നാൽ ഈ അടുത്ത് ടൊയോട്ട അതിനെ ബേസ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഒരു ടൊയോട്ട വേർഷനായ അർബൻ ക്രൂസർ ടൈസർ ലോഞ്ച് ചെയ്തായിരുന്നു. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ രണ്ട് വാഹനങ്ങളും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് ആണ്. എന്ന് വെച്ചാൽ കറക്റ്റ് ഡിസൈൻ വേസൊക്കെ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഫ്രണ്ട് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്കറിയാം ഇപ്പോഴത്തെ ടൊയോട്ട മാരുതി വണ്ടികളെടുത്ത് റീബാഡ് ചെയ്യുന്ന വേർഷൻസ് ഒക്കെ തന്നെ നമുക്ക് കാണാൻ കുറച്ചൊക്കെ ഡിഫറൻസ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ പറയാൻ പറ്റുന്നതിൻ്റെ ഗ്രില്ലിലുള്ള വ്യത്യാസമാണ്. നമുക്ക് ഫ്രോങ്സിൽ കുറച്ചുകൂടെ വലിയ ഗ്രില്ലാണ് വരുന്നത്. പക്ഷേ ടൊയോട്ടയിലേക്ക് വരുമ്പോഴേക്കും അതിൻ്റെ അകത്ത് ഇന്നോവ ഹൈക്രോസിലൊക്കെ അവർ കൊടുത്ത പോലെ അതിൻ്റെ ഒരു ചെറിയ ഫോമിലുള്ള ഗ്രില്ലാണ് അവർ കൊടുത്തിരിക്കുന്നത്. ആൻഡ് അതിന് കുറച്ചും കൂടെ വലുപ്പമുണ്ട്. അതുപോലെ തന്നെ താഴത്തെ ആ ഒരു എയർ ഡാമിൻ്റെ പോർഷനൊക്കെ നോക്കുകയാണെങ്കിൽ അതൊക്കെ സെയിം ആണ്. അതുപോലെ തന്നെ നമുക്ക് താഴത്തെ ഒരു സിൽവർ സ്കിഡ് പ്ലേറ്റ് വരുന്നുണ്ട്. അതും ഫ്രോങ്സിലുള്ള സെയിം സാധനം തന്നെയാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ലൈറ്റിംഗ് സെറ്റപ്പ് ഒക്കെ സെയിം ആണ്. അതായത് നമ്മൾ തൊട്ട് താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് 3 LED ലൈറ്റ്സ് കിട്ടുന്നുണ്ട്. അത് പ്രൊജക്ടർ ലൈറ്റ്സ് തന്നെയാണ്. അതിലൊന്നും വേറെ വ്യത്യാസമൊന്നുമില്ല, എല്ലാം സെയിം ആണ്. ഇവിടെ ഒരു വ്യത്യാസം വരുന്നത് LED DRLസിൻ്റെ കേസിലാണ്. നമുക്ക് ഫ്രോങ്സിൽ വരുമ്പോഴേക്കും 3 ഇൻഡിവിജ്വൽ LED ലൈറ്റ്സ് ഉള്ള ഒരു ബൾബിലാണ് കൊടുത്തിരിക്കുന്നത് അതിന് DRLസിൻ്റെ സെറ്റപ്പ്. പക്ഷേ ടൈസറിലേക്ക് വരുമ്പോഴേക്കും അത് കംപ്ലീറ്റ്ലി കണക്റ്റഡ് ആയിട്ടുള്ള ലൈറ്റ്സ് ആയിട്ടാണ് വരുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഏകദേശം ഹൈ റൈഡറിലൊക്കെ കണ്ട പോലുള്ളൊരു ഡിസൈനിലാണ് ഈ വാഹനത്തിൻ്റെ LED DRLസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രോങ്സിൽ നമുക്ക് അത്യാവശ്യം തിക്കായിട്ടുള്ള ഒരു ക്രോം എലമെൻ്റ് ആണ് നമ്മുടെ DRLസ് കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നതെങ്കിൽ ടൈസറിലേക്ക് വരുമ്പോഴേക്കും അത് കുറച്ചുകൂടെ തിന്നാണ്. ഞാൻ കാണുമ്പം കണക്റ്റഡ് DRLs പോലെ തോന്നുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ഡിസൈൻ അവിടെ മെർജ് ചെയ്ത് പോകുന്നത്. ബാക്കി ഫ്രണ്ടിൽ നമുക്ക് വേറെ വ്യത്യാസമൊന്നും പറയാനില്ല, എല്ലാ സാധനങ്ങളും സെയിം ആണ്. ഇനി അടുത്തതായി സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പം ഇവിടെ നമുക്കങ്ങനെ മെയിനായിട്ടുള്ള ഡിഫറൻസ് ഒന്നും തോന്നുന്നതായിരിക്കില്ല. ഒരു മേജർ ഡിഫറൻസ് വരുന്നത് അലോയ് വീൽസിൻ്റെ ഡിസൈനിലാണ്. രണ്ടിൻ്റെയും സൈസും പ്രൊഫൈലും ഡയമെൻഷനും, അതായത് വീതി എല്ലാ സാധനങ്ങളും സെയിം തന്നെയാണ്. പക്ഷേ അതേസമയം ഡിസൈനിലേക്ക് വരുമ്പോഴേക്കും അവിടെ വ്യത്യാസമുണ്ട്. 16 ഇഞ്ച് ആണെങ്കിലും ഫ്രോങ്സിൻ്റെ വീൽസ് രണ്ടും ഏകദേശം ഫ്ലവർ പോലത്തെ ഒരു ഡിസൈനാണ്. ഫ്രോങ്സിൻ്റെ പക്ഷേ കുറച്ച് സ്പോക്ക് കൂടുതലാണ്. ആൻഡ് ടൈസറിലേക്ക് വരുമ്പോഴേക്കും ഇത്തിരി സ്പോക്ക് കുറവാണ്. ടൈസറിൻ്റെ ഇത്തിരിയും കൂടെ സ്പോട്ടി വീൽസ് ആണെന്ന് പറയും നമ്മുടെ ഫ്രോങ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പം. എനിക്ക് ആദ്യം കണ്ട സമയത്ത് ടൈസറിൻ്റെ അലോയ് വീൽസ് ഫ്രോങ്സിന് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇപ്പോൾ സൈഡ് ബൈ സൈഡ് വെച്ച് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ടൈസറിൻ്റെ അലോയ് വീൽസ് ഫ്രോങ്സിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടാണ് തോന്നുന്നത്. ബാക്കി സാധനങ്ങളൊക്കെ സെയിം ആണ്. നമ്മൾ ഇപ്പോൾ ORVMs ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡോറിൻ്റെ താഴത്ത് വരുന്ന ആ ഒരു സിൽവർ ക്ലാഡിങ് ആയിക്കോട്ടെ, അതുപോലെ വീൽ ആർച്ച്, നമ്മുടെ മൊത്തത്തിൽ പോകുന്ന ബോഡിയുടെ സൈഡ് ക്ലാഡിങ്, അങ്ങനെ സാധനങ്ങളെല്ലാം തന്നെ സെയിം ആണ്. പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും പറയാനില്ല. ഇനി റിയർ പ്രൊഫൈലിലേക്ക് വരുമ്പം ഇവിടെ നമ്മൾ ഫ്രണ്ടിൽ കണ്ടതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള വ്യത്യാസമുണ്ട്. ഫ്രണ്ടിൽ പിന്നെയും ഗ്രില്ലിൻ്റെ ഒരു വ്യത്യാസം കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ അത്രയില്ല, ജസ്റ്റ് ലൈറ്റ്സിൻ്റെ ഒരു ഡിഫറൻസ് മാത്രമാണ് വരുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാലേ കാണുള്ളൂ. കാരണം ബാക്കി സാധനങ്ങളൊക്കെ സെയിം ആണ്. ഇപ്പോൾ ബമ്പറിൻ്റെ ഡിസൈൻ ആയിക്കോട്ടെ, റിഫ്ലക്റ്റേഴ്സിൻ്റെ പ്ലേസ്മെൻറ്റ് ആയിക്കോട്ടെ, അങ്ങനത്തെ സകല സാധനങ്ങളിലും അവർ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. പക്ഷേ അതേസമയം നമ്മൾ ടെയിൽ ലൈറ്റ്സ് എടുക്കുന്ന സമയത്ത് രണ്ടിലും കണക്റ്റഡ് ടെയിൽ ലൈറ്റ്സ് ആണെങ്കിലും ഫ്രോങ്സിൽ ഫ്രണ്ടിലുണ്ടായിരുന്ന പോലെ തന്നെ 3 ഇൻഡിവിജ്വൽ ആയിട്ടുള്ള LED ലൈറ്റ്സ് ഒരു ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ടൈസറിലേക്ക് വരുമ്പോഴേക്കും അതും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് വരുന്നത്. ഏകദേശം നമ്മൾ ഹെയർ റൈഡറിൽ കണ്ട ഒരു പാറ്റേൺ തന്നെയാണ് ഒരു ബാക്കിൽ പിടിച്ചിരിക്കുന്നത് എന്ന് പറയാം. പിന്നെ ചില സാധനങ്ങളുടെയൊക്കെ, അതായത് ലൈറ്റ്സിൻ്റെ അകത്തെ ആ ഒരു ഡിസൈനിലാണ് ഒരു വ്യത്യാസം കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ടൈസറിൻ്റെ ബാക്കിൽ കുറേ സാധനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഫ്രോങ്സിൻ്റെ ബാക്കിൽ ആപ്പാട് സ്മാർട്ട് ഹൈബ്രിഡും ഫ്രോങ്സ് എന്ന് പറഞ്ഞ ഒറ്റ ബാഡ്ജിങ് ഉള്ളൂ. പക്ഷേ ടൊയോട്ടയിലേക്ക് വരുമ്പോഴേക്കും അവർ ഒന്നാമത്തെ കാര്യം വലിയ പേരാണ്, അർബൻ ക്രൂസർ ടൈസർ എന്ന് പറയുന്ന വലിയ പേര് അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിലേക്ക് വരുമ്പോഴേക്കും ഏത് വേരിയൻ്റ് ആണെങ്കിലും നിങ്ങൾ ഏത് വേരിയൻ്റ് എടുക്കുന്ന ആ പേര് അവിടെ ഉണ്ടാവും. അതിപ്പോൾ E ആവട്ടെ, S ആവട്ടെ, G ആവട്ടെ, V ആവട്ടെ, S+ ആവട്ടെ, എന്തായാലും അവിടെ ഉണ്ടാവും. അതുപോലെ നിയോ ഡ്രൈവിൻ്റെ ഒരു ബാഡ്ജിങ് അവരവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ യാതൊരു ആവശ്യവും ശരിക്കും ഇല്ലായിരുന്നു. കാരണം ഈ വാഹനത്തിൽ ശരിക്കും ഹൈബ്രിഡ് ഒന്നും ഇല്ല. ഹൈ റൈഡറിൽ അവർ കൊടുക്കുന്ന പോലെ ഹൈ റൈഡറിൽ പിന്നെ അവർ അറ്റ്ലീസ്റ്റ് ഹൈബ്രിഡിൽ നിന്ന് നിയോ ഡ്രൈവ് എന്ന് എഴുതിയാൽ നമുക്ക് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് പറയും. ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാണ്ട് എഴുതുന്നതാണ്. ഇനി ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴേക്കും ഇവിടെയാണ് കാര്യങ്ങളെല്ലാം മൊത്തത്തിൽ നിന്ന് മാറി മറയുന്നത്. കാരണം സാധാരണഗതിയിൽ അവരിപ്പോൾ ബലേനോ ഗ്ലാൻസൊക്കെ റീബാഡ് ചെയ്ത സമയത്ത് എന്തെങ്കിലും ഒരു ഡിഫറൻസ് അകത്ത് കളർ തീമിലെങ്കിലും കൊടുത്തായിരുന്നു. അതുപോലെ ഈവൻ നമ്മുടെ ഗ്രാൻഡ് വിറ്റാര ഹൈ റൈഡർ എടുക്കുകയാണെങ്കിൽ അവിടെ ചെറിയ ഒരു മിസ്മാച്ച് വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഗ്രാൻഡ് വിറ്റാറിൽ നമുക്ക് നോർമൽ നിയോ, അതായത് സ്മാർട്ട് ഹൈബ്രിഡ് വേരിയൻസിൽ ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയർ ആണെങ്കിൽ ഹൈബ്രിഡിലേക്ക് വരുമ്പോഴേക്കും അതിൻ്റെ അകത്ത് ഡ്യുവൽ ടോൺ ആയിരിക്കും. ഹൈ റൈഡറിലേക്ക് വരുമ്പോഴേക്കും ചിലപ്പോൾ നേരെ തിരിച്ചായിരിക്കും. അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഞാൻ നേരത്തെ പറഞ്ഞത് തിരിച്ചാണ് കേട്ടോ. അതായത് ഗ്രാൻഡ് വിറ്റാറിൽ ബേസ് മോഡൽ നമുക്ക് ഡ്യുവൽ ടോണും ഹൈബ്രിഡിൽ ഓൾ ബ്ലാക്കും ആണ് വരുന്നത്. ഹൈ റൈഡറിൽ പക്ഷേ നേരെ തിരിച്ചാണ്. ഹൈബ്രിഡിൽ നമുക്ക് ഡ്യുവൽ ടോണും അതുപോലെ ബേസ് മോഡൽസിൽ ഓൾ ബ്ലാക്കും ആണ് കിട്ടുന്നത്. അതെന്തെങ്കിലും ആവട്ടെ, നമ്മൾ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. ടൈസറിൻ്റെ കാര്യത്തിൽ അവർ കളർ തീമിലൊന്നും യാതൊരു ഡിഫറൻസും പിടിച്ചിട്ടില്ല. രണ്ടിലും ബ്രൗൺ ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷനിലാണ് നമുക്ക് കളർ തീം വന്നിരിക്കുന്നത്. ഇപ്പോൾ താഴത്ത് കൊടുത്തിരിക്കുന്ന ഫ്രോങ്സിൻ്റെ ഇമേജ്, ആ ഒരു ഇമേജിൻ്റെ മൊത്തത്തിലുള്ള ഷെയ്ഡ്, അതായത് കോൺട്രാസ്റ്റ് കുറച്ച് കുറവായതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവാത്തതാണ് ആ ഒരു ബ്രൗൺ കളർ. അല്ലെങ്കിൽ ശരിക്കും അത് ബ്രൗൺ കളർ തന്നെയാണ്. ഈ വണ്ടിയിൽ ഇപ്പോൾ മുകളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും അത് ആ ഒരു ബ്രൗൺ ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷനിലാണ് വരുന്നത്. ആൻഡ് ഡാഷ്ബോർഡിൻ്റെ ഡിസൈൻ ആയിക്കോട്ടെ, ലേഔട്ട് ആയിക്കോട്ടെ, അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന മെറ്റീരിയൽസ് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ സാധനങ്ങളും സെയിം ആണ്. ആകെപ്പാടെ നടുവിലുള്ള
ടൊയോട്ടയുടെ ലോഗോയിൽ ഒരു ചെറിയൊരു വ്യത്യാസം കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. പിന്നെ ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം ഓണായി വരുന്ന സമയത്ത് ടൊയോട്ടയുടെ ലോഗോ വരും. അതുപോലെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഓണായി വരുന്ന സമയത്ത് MIDയിൽ നടുവിൽ ടൊയോട്ടയുടെ ലോഗോ വരും. ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ള വ്യത്യാസം, വേറൊന്നുമില്ല. ആൻഡ് ഈവൻ നമ്മുടെ എല്ലാ സംഭവങ്ങളും, അതായത് ഫീച്ചേഴ്സ് ആണെങ്കിൽ പോലും അവർ സെയിം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സീറ്റ്സിൻ്റെ ഡിസൈനും സെയിം ആണ്. ആൻഡ് സീറ്റ്സിൽ കൊടുത്തിരിക്കുന്ന ഇൻസേർട്സ്, അതായത് അത് ഫാബ്രിക് സീറ്റ്സ് തന്നെയാണ്. ആൻഡ് അതിൻ്റെ പാറ്റേൺ ബ്രൗൺ ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷനിൽ തന്നെയാണ് നമുക്ക് രണ്ട് വാഹനങ്ങളിലെയും സീറ്റ്സ് വരുന്നത്. പിന്നെ 9 ഇഞ്ചസിൻ്റെ സ്മാർട്ട് പ്ലേ പ്രോ പ്ലസ് ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം, വയർലെസ് ഫോൺ ചാർജർ, അതുപോലെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ, 360 പാർക്കിംഗ് ക്യാമറ, ഇങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ നമുക്ക് രണ്ട് വാഹനങ്ങളിൽ അവൈലബിൾ ആണ്. എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കേസിലേക്ക് വരുമ്പോഴും സെയിം തന്നെയാണ്. 1 ലിറ്റർ ടർബോ പെട്രോൾ ഉണ്ട്. അതിൻ്റെ പവറും സെയിം ആണ്. 100 bhp, 148 Nm ടോർക്ക്, 6 സ്പീഡ് ടോക്ക് കൺവേർട്ടർ, ഓട്ടോമാറ്റിക്കും മാനുവൽ ട്രാൻസ്മിഷൻ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് 1.2 ലിറ്റർ NA പെട്രോൾ വരുന്നുണ്ട്. ഡ്യുവൽ ജെറ്റ് ടെക്നോളജി ഒക്കെ വെച്ചാണ് വരുന്നത്. അതായത് ഡ്യുവൽ ഇഞ്ചക്ടർ പ്രസിഡന്റ്. അതും 90 PS പവറും അതുപോലെ തന്നെ 113 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് രണ്ട് വണ്ടികളുടെ വേരിയൻസിൻ്റെ ഡിസ്ട്രിബ്യൂഷനും സെയിം ആണ്. ഫ്രോങ്സിൽ നമുക്ക് ബേസിക് ആയിട്ട് 5 വേരിയൻസ് ആണ് വരുന്നത്. ആൻഡ് ടൈസറിൻ്റെ കാര്യത്തിലും അത് തന്നെയാണ്. നമുക്ക് ബേസിക് ആയിട്ടുള്ള 3 വേരിയൻസ്, അതായത് ഇപ്പോൾ ടൈസറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ES, S+ തുടങ്ങിയ വേരിയൻസിലാണ് 1.2 ലിറ്റർ എഞ്ചിൻ വരുന്നത്. അതിൻ്റെ അകത്ത് എസ്സിലും S+ലും AMT ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. ആൻഡ് ബാക്കി വേരിയൻസിൽ, അതായത് നമുക്ക് ടോപ്പ് എൻഡ് ആയിട്ടുള്ള Gയും Vയിലും ആണ് 1 ലിറ്റർ ടർബോ വരുന്നത്. അതിൽ നമുക്ക് 6 സ്പീഡ് ടോക്ക് കൺവേർട്ടർ, ഓട്ടോമാറ്റിക്കും മാനുവലും അവൈലബിൾ ആണ്. പിന്നെ ഒരു ചെറിയ ഡിഫറൻസ്, ഫ്രോങ്സിൻ്റെ അകത്ത് നമുക്ക് മിഡിൽ വേരിയൻറ്റ്, അതായത് ഡെൽറ്റ പ്ലസിൽ ടർബോ ഉണ്ടായിരുന്നു മാനുവലിൽ. പക്ഷേ ഇതിൻ്റെ അകത്ത് S+ൽ ടർബോ ഒന്നുമില്ല. ആകെ G വേരിയൻറ്റ് പോലെ ടർബോ തുടങ്ങുന്നുള്ളൂ. ഇത്രയൊക്കെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇനിയിപ്പം ഇതിൻ്റെ ബാക്കി കാണുന്ന പ്രൈസിൻ്റെ കമ്പാരിസൺ അറിയാനായിരിക്കും. അതിൻ്റെ കറക്റ്റ് ഒരു കമ്പാരിസൺ ടേബിൾ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് കറക്റ്റ് ഡിഫറൻസ് ഒക്കെ അറിയാൻ പറ്റും. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ടർബോ പെട്രോൾ വേരിയൻസിൽ, അതിപ്പോൾ മാനുവൽ ആയിക്കോട്ടെ ഓട്ടോമാറ്റിക് ആയിക്കോട്ടെ, അതിൻ്റെ അകത്ത് പ്രൈസിന് ഡിഫറൻസ് ഒന്നും തന്നെ അവർ കൊടുത്തിട്ടില്ല. അതായത് സെയിം പ്രൈസിംഗ് ആണ്. ഇപ്പോൾ നമുക്ക് ടർബോയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രോങ്സിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ അകത്ത് നമുക്ക് ബേസ് അതായത് ഡെൽറ്റ പ്ലസ് പോലെ ടർബോ ഉണ്ട്. ടൈസറിൻ്റെ അകത്ത് S+ പോലെ ടർബോ ഇല്ല. പക്ഷേ അതേസമയം സീറ്റ ടർബോ, ആൽഫ ടർബോ, അതുപോലെ സീറ്റ ഓട്ടോമാറ്റിക്, ആൽഫ ഓട്ടോമാറ്റിക്, ഇതിൻ്റെയൊക്കെ ടർബോ വേർഷൻസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ടൈസറിൻ്റെ പ്രൈസും വളരെ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. 10.55 തുടങ്ങുന്നു, അതുപോലെ 12.87 അവസാനിക്കുന്നു. ഇതിൻ്റെ അകത്ത് 15,000 രൂപ നിങ്ങൾ ആൽഫ ഓട്ടോമാറ്റിക്കിലും ആൽഫ മാനുവലും കൂടുതലിടുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ടൈസറിലാണെങ്കിൽ V ഓട്ടോമാറ്റിക്കിലും V മാനുവലിലും ഇടുകയാണെങ്കിൽ നമുക്ക് ഡ്യുവൽ ടോൺ ഓപ്ഷൻ കൂടി കിട്ടും. എന്ന് വെച്ചാൽ 13.03 lakhs അടുത്ത് വരും അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. അത് ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. പിന്നെ നമുക്കിതിനകത്ത് പ്രൈസിൻ്റെ ഡിഫറൻസ് വരുന്നത് നോർമൽ 1.2 ലിറ്റർ വേരിയൻസിലാണ്. അതിൻ്റെ അകത്ത് ഇപ്പോൾ ബേസ് മോഡൽ എടുക്കുകയാണെങ്കിലും അതുപോലെ ഇപ്പോൾ മാനുവൽ വേരിയൻസിൽ നമുക്ക് പൊതുവേ 22,000 ഒരു പ്രൈസ് ഡിഫറൻസ് ആണ് കാണാൻ പറ്റുന്നത്. 7.51 lakhs ഫ്രോങ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 7.73 lakhs ടൈസർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ അതേസമയം നമ്മൾ ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോഴേക്കും അവിടെ പ്രൈസ് ഡിഫറൻസ് ഒരു ഇത്തിരിയും കൂടെ കൂടി 25,000 ആവുന്നുണ്ട്. 8.87 lakhs ഫ്രോങ്സ് കിട്ടുന്നത്. ആൻഡ് 9.12 lakhs നമുക്ക് ടൈസർ കിട്ടുന്നത്. ഓൺ റോഡ് വരുമ്പോഴേക്കും ഓൾമോസ്റ്റ് 30 to 35,000 അടുത്ത് വരെ ഡിഫറൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് മാനുവൽ ആണെങ്കിൽ ഏകദേശം ഒരു 30,000 അടുത്ത് ഡിഫറൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത്രയും ഡിഫറൻസ് ഉണ്ടാവും. ഈ ഡിഫറൻസ് ഇത്ര നിങ്ങൾ കൂടുതൽ കൊടുത്ത് നോർമൽ ടൈസർ എടുക്കാൻ, അതായത് 1.2 ടൈസർ എടുക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ റീസൺ ടൊയോട്ടയുടെ ഒരു ബ്രാൻഡ് വാല്യൂ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് ഒന്നുമില്ല ഈ വണ്ടിയിൽ ടൊയോട്ടയുടേതായിട്ടുള്ളത്. എല്ലാം മാരുതി സുസുക്കിയുടെ തന്നെയാണ്. അവർ തന്നെയാണ് വണ്ടി ഉണ്ടാക്കി കൊടുക്കുന്നത്. പക്ഷേ എന്നാലും ചിലർക്ക് ടൊയോട്ട ആയിട്ടുള്ള ബ്രാൻഡുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അതുപോലെ തന്നെ പിന്നെ വാറണ്ടിയുടെ വ്യത്യാസമുണ്ട്. മാരുതിയിൽ നമുക്ക് 2 years or 40,000 കിലോമീറ്റേഴ്സിൻ്റെ വാറണ്ടിയാണ് കിട്ടുന്നത്. ടൊയോട്ടയിലേക്ക് വരുമ്പോഴേക്കും 3 years or 1 lakh കിലോമീറ്റേഴ്സിൻ്റെ വാറണ്ടിയും കിട്ടുന്നുണ്ട്. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, പൊതുവേ ഫ്രോങ്സിൻ്റെ ഡെൽറ്റ പ്ലസ് മോഡലിന് അല്ലെങ്കിൽ 1.2 വേരിയൻസിനാണ് ഓൾമോസ്റ്റ് 85% സെയിൽസ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആ വേരിയൻസിന് മാത്രമേ പ്രൈസ് ഡിഫറൻസ് കൊടുത്തിട്ടുള്ളൂ. ടർബോ വേരിയൻസ് ഫ്രോങ്സിൻ്റെ തന്നെ പൊതുവെ ആൾക്കാർ അങ്ങനെ എടുക്കാറില്ല. അതുകൊണ്ടാണ് അതിൻ്റെ അകത്ത് അവർ വലിയ പ്രൈസ് ഡിഫറൻസ് ഒന്നും കൊടുക്കാത്തത്. ഈവൻ ദോ അവർ ചെറിയ രീതിയിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എങ്കിൽ പോലും. അതായത് ടൊയോട്ടയ്ക്ക് ലാഭം വളരെ കുറവാണ് ഇതിൽ. എന്തായാലും ഗൈസ്, ഇതാണ് ഫ്രോങ്സും ടൈസറും തമ്മിലുള്ള കമ്പാരിസൺ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.